വിശ്വാസ പ്രഖ്യാപനമാണ് സുവിശേഷം നോക്കാറ്. എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് അരുളി ചെയ്തുകൊണ്ട് ഉത്തിരനെ അനുഭവം സ്വന്തമാക്കി ആ ഉത്തിരനിൽ നിന്നുള്ള വിശ്വാസത്തിൻ്റെ വലിയ ശക്തിയും ഊർജവുമായി അദ്ദേഹം ക്രിസ്തു വഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭാരതമടയിൽ വരുവാൻ ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് നമ്മുടെ ഭൂമിയിലെ മനസ്സപ്പെടുത്തി അവർക്ക് മാമോദീസ നൽകി കർത്താവിൻ്റെ തിരുസഭയെ അവിടെ ഉണ്ടാക്കി സ്ഥാപിച്ച് ഇവിടെ ധീരസാക്ഷിയായി ജീവിതം സമർപ്പിച്ച തോമാശ്ലീഹായുടെ അപേക്ഷിത ചൈതന്യം നമ്മളുണ്ടാകുവാനും നമ്മുടെ സിറോമലബാർ സഭയ്ക്ക് തോമാശ്ലീഹായിലൂടെ അനുഗ്രഹങ്ങൾ കഴിയുവാനും പൂർവികരിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിച്ച വിശ്വാസം അവരുടെയും ജീവിതത്തിൽ നമുക്ക് കാത്തുപരിപാലിക്കുവാനും ആ വിശ്വാസത്തിൽ സാക്ഷ്യം വഹിക്കുവാനും വേണ്ട ദൈവാനുഗ്രഹത്തിനായി ഇവയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവയിൽ തോമാശ്ലീഹയെ മാത്രം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. എല്ലാവർക്കും തോമാശ്ലീഹ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ
ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമാശ്ലീഹായെ ഭാരതത്തിൽ ശ്ലീഹായ വിശ്വാസത്തിൽ ഞങ്ങൾ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ അധ്യാപനപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുവാനും ഈ ദുർഗാതിരുന്നാളിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവേ രാജാവേ പാടും നിൻ പുകഴെന്നും ഞാൻ സർവേശ്വരൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്നേഹത്തിന് പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങൾ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷമാകുന്ന കൃത്യമായി സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും തന്നെ ഒളിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ നിരന്തരമായി സ്തുതിക്കുവാനും വസ്തുപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് ഞങ്ങൾ ആറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി നീക്കും. സമാധാനം നമ്മോടുകൂടെ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തിൽ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയാണ്. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ദക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായി നീക്കും. സഹോദരി വിശുദ്ധ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവരിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ പാടിയിടുന്നേ
വാഗ്ദാനം എന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 12 പേരിലും ദിദിമോസും വിളിക്കുന്നവരുമായ തോമസ് യേശുവിന്റെ പുറകോടുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവരുടെ കൈകളിൽ ആണികളുടെ പട്ടുകൾ ഞാൻ കാണുകയും അവയുടെ വിരലിടുകയും അവരുടെ പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസോട് പറഞ്ഞു, നിന്റെ വിരലുകളെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുവോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണുന്നതിന് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ്ലിഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടെ നിന്നെ അനുഗമിച്ച തോമാസ്ലിഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ മാതൃകയനുസരിച്ച് സത്യവിശ്വാസത്തിനു വേണ്ടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭാരതത്തിന്റെ സ്ത്രീയായും ഞങ്ങളുടെ പിതാവുമായ തോമസിനോടുകൂടെ നീതിമാന്മാരുടെ പേരിൽ ഞങ്ങൾക്ക് ഓഹരിയും ഭാഗപാത്രം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയുടെ സമൂഹത്തിലെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് മാർ റാഫേൽ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പീറ്റർ മെത്രാനെയും മാർ ജേക്കബ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ ദിവസം തന്നെ സ്വർഗീയ മധ്യസ്ഥന്റെ തിരുനാളിൽ സന്തോഷിക്കുന്ന എല്ലാവരെയും വളരെ പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയ പരിശോധനയും നന്ദിയോടെ സമർപ്പിക്കുകയും ദൈവജനത്തെ വിശ്വാസത്തിൽ ആഴ്പ്പെടുത്തുവാനും ശുദ്ധീകരിക്കുന്നതിനും വേണ്ട ആത്മാവിന്റെ കൃപാകരണ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവും ദൈവവുമായ മിശിഹായെ, നിന്നിൽ ദൃഢമായി വിശ്വസ്തമാക്കുവാനായി ഞങ്ങൾക്ക് സ്നേഹായും പിതാവുമായി നൽകിയ നിന്റെ കാരുണ്യാതിരേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യപിതാവിന്റെ വിശ്വാസനിഷ്ഠതയും ധൈര്യവും വിശുദ്ധ ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസനത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കടകളെയും നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ ഭവിക്കും. ഭാഗ്യനീ
അതുപോരാത്മജനും ദിവ്യരൂപായും സ്തുതിയെന്നും ദൈവാംഗികയെയും മനോസിപ്പിനെയും സാദരമോത്തിടാം പാവനമീ ബലിയിൽ. സർവ്വരൂപമായി പാടിയിടട്ടെ ആമേനാമേൻ. മർദ്ദവുമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിയിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ സർവ്വശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസുമാരും മേഘരാജകുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികളുടെ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ചിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരനെ ഈ കുർബാനയുടെ കരങ്ങളിൽ പൂർത്തിയാക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങ് സമർപ്പിക്കുന്ന
വിശ്വാസത്തോടുള്ള പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിങ്ങളുടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ദുരിതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിലെയും നാഥനായ ദൈവത്തിന് കുമാരനാക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരന്റെ ഓർമ്മയായ നാമം എല്ലാ സ്ത്രീകളിൽ നിന്ന് സ്തുതികളാവുകയിൽ നിന്ന് സൃഷ്ടിക്കുന്നു പോയി പറയുന്നു. പരിശുദ്ധരൂപികളായ പൗരന്മാരും സ്ഥാപിന്മാരും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോന്നതമായ പ്രകടനങ്ങളെ അപ്പപ്പെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവിനെ അപ്പനേക്ക് കടകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നതിന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയിലെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഈ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വെച്ച് കൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ശുദ്ധിമാൻ കഴിയാത്തതും അത്ര വലിയ ഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്ക് പരിഗണനകൾക്കുമായി ഞങ്ങൾ നിങ്ങൾക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സഭയുടെ തലവനുമായ ഫ്രാൻസിസ് ബാബ ഞങ്ങളുടെ സഭയുടെ തലവനുമായ ഞങ്ങളുടെ ദൃശ്യങ്ങളാൽ സുന്ദരാപുരിക്കും ഞങ്ങളുടെ പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, സന്യാസികൾ, അല്പമായ പ്രേക്ഷകർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരെയും
നീതിമാന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനുമായി സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നിശ്ചിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രത്യാശവും കാത്തിരിക്കുന്നവർക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്റെ അഭിഷേകത്തിന്റെ ശരീരത്തിനുള്ളാക്കിയിരുന്നു. ദൈവവുമായ വിശുദ്ധാവുന്ന ജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികൾ, ശുശ്രൂഷകൾക്കും സജീവവും ജീവനായ സംസ്കാരത്തിന്റെയും ധാരണത്തിന്റെയും മഹനീയവും വൈവിധ്യവും പ്രസിദ്ധവും ജീവനായ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ജീവിതത്തിലും കാരണമാകട്ടെ. കർത്താവായ ക്ഷമതയെക്കുറിച്ച് അംഗീകരിക്കുന്ന ദരിദ്രം പ്രകീർത്തിക്കുന്നു. ഞങ്ങളുടെ അഭിഷേകത്തിന്റെ രക്ഷപ്പെട്ട സമയം സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയും ചെയ്യുന്നു. സജീവവും പ്രസിദ്ധവും ജീവനായകമായ സ്തുതിയും ബഹുമാനവും ഹൃദയത്തിലെയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കൃപയോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭാവമായ യോഗ്യാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യാകുന്നു. സ്ഥിരവും പ്രസിദ്ധവും ജീവനായകവും ദൈവികമായ സംഘങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായ നാമത്തെ സ്തുതിയും നാഥനായ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ സ്വർഗ്ഗത്തിലും ലോകം മുഴുവൻ ജീവൻ നൽകുന്നതാകുന്നു. പക്ഷികളോട് വരികയില്ല. പ്രകൃതാപാപമോചനം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവനുള്ള അപ്പമാകുന്നു. ജഗദീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ നീ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും. നേടുവാൻ സ്വർഗ്ഗം നിശ്ചയമാം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാഗ്രഹങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരത്തെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഗോത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ രാജ്യം വേണമേ. അങ്ങയുടെ തിരുമനസ്സ് സർവ്വതിലെ പോലെ ഭൂമിയിൽ വളരണമേ.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ഞാൻ പിതാവായ മാതാവാസിക്കായി നിന്റെ ഓർമ്മദിനം മഹനീയമാകുന്നു. നിന്റെ രക്തസാക്ഷിത്വം അതിലുപരി മഹനീയമാകുന്നു. മഹത്വത്തിന്റെ സിംഹാസനം നിനക്കായി ഒരുക്കപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിനക്കായി സ്വർഗത്തിൽ വിജയകിരീടമൊരുക്കി നിന്നെ തിരഞ്ഞെടുത്തു. തന്റെ ദാനങ്ങളാൽ സമരനാക്കിയ ദൈവത്തിന്റെ ക്രോമേന്മാർ മഹത്വം അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. നമ്മെ ജീവിക്കുന്ന വിശ്വസിക്കാരുടെ മാവൻ അവിടുത്തെ ഇക്കാലത്താൽ എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ആദ്യാജ്ഞയായ വ്യാപാരി നിന്റെ കർത്താവിൽ നിന്ന് നീ സ്വീകരിച്ചു. അവന്റെ അഭീഷ്ടത്തിനൊത്ത് വ്യാപാരം ചെയ്തവനെ അവൻ തന്നെ നിന്നെ തന്റെ രാജ്യത്തിലേക്ക് വിക്ഷേപിച്ചു. നിന്നെ തിരഞ്ഞെടുത്തു. തന്റെ പട്ടാളത്തിന്റെ അധികാരിയാക്കി. തന്റെ ദാനം നിന്നെ പരിപാലിച്ചവനെ ക്രോവന്മാരുടെ ഗണങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. സഹോദരരെ വരുവിൻ, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ. തിരുഭോജ്യമായി സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ. മനസ്സിന്റെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയുന്നിതാ. കരുണ തുളുമ്പുമീ അൾത്താര തന്നിലായി ഈശോ എഴുന്നള്ളുന്നു. ഓ എന്റെ യേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ഓ എന്റെ യേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. നീ വരുമ്പോൾ എൻ മാനസം നന്ദിയാൽ നിറയും. നീ നിറഞ്ഞാൽ എൻ ജീവിതം ധന്യമായി തീരും. എന്നാവിൽ നീ അലിയും നിമിഷം സ്നേഹമേ എൻ സ്വന്തമാകും നീ. എന്നാവിൽ നീ അലിയും നിമിഷം സ്നേഹമേ എൻ സ്വന്തമാകും നീ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. നീ ഒഴിഞ്ഞാൽ എൻ ഹൃദയം ശാന്തമായി തീരും. നീ തൊടുമ്പോൾ എന്നതരം തിരുവചനം മൊഴിയും. എന്നുള്ളിൽ നീ നിറയും നിമിഷം സ്നേഹമേ, നിന്നോട് ചേരും ഞാൻ. എന്നുള്ളിൽ നീ നിറയും നിമിഷം സ്നേഹമേ, നിന്നോട് ചേരും ഞാൻ. തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതാനുഭവവും ദൈവികമായ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അറിവിനായി കർത്താവേ, അങ്ങേക്ക് സ്തുതി.
സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ദരിദ്രം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും വിശുദ്ധ കുർബാന വഴി നിങ്ങളുടെ കടങ്ങൾ പുറക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന്റെ അച്ചാരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാതോമാസ്ലിഹായെ പോലെ ഞങ്ങൾ ഒന്നിലേക്ക് പറയുന്നതിനും ജീവിതത്തിലൂടെ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതിനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും ഭാരതത്തിന് സുവിശേഷങ്ങളെ ചെന്നൽകുവാൻ തന്റെ വത്സരശിഷ്യനായ മാതോമാസ്ലിഹായെ അയച്ച കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തോമാസ്ലിഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച എല്ലാവരും സ്നേഹത്തിൽ ഐക്യപ്പെട്ട് സുവിശേഷത്തിന്റെ പ്രഘോഷകരും സാക്ഷികളുമായി തീരട്ടെ. ഈ തീരപ്രേക്ഷകന്റെ മാതൃക അനുകരിക്കുവാനും സഭയുടെ വിശ്വസ്ത സന്താനങ്ങളെ ജീവിക്കുവാനും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സുഖകാര്യം സംബന്ധിച്ച് എല്ലാവരും പിതാവായ മാതോമാസ്ലിഹായോടൊപ്പം സ്വർഗത്തിൽ പ്രിയ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ അർഹരാകട്ടെ. കർത്താവിനെ കുറിച്ച് സജീവമാക്കാൻ എല്ലാവരും മുതിരും എല്ലാ വിപത്തുകളും സംരക്ഷിതമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശരീരത്തിന്റെ വിലയുടെ സ്വസ്തി. നിത്യപുരുഷനായ ഈശോയെ അങ്ങയുടെ ദാസന്മാരായ വൈദികർക്ക് ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹിമയോടെ പഠിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകോത്തരം നൽകുകയും വിശദമായി കടത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരുടെ ലോകതന്ത്രം സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി നൽകട്ടെ. ഇങ്ങനത്തെ അവരുടെ ആനന്ദവും ആശ്വാസവും പരിസ്ഥിതി സ്വഭാവത്തിലെ മൗനമായി തീരട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനിമാരെയും ആത്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, പ്രാർത്ഥന. പിതാവായ ദൈവമേ, സുവർണ്ണ ജൂബിലി ആഘോഷിച്ച ഞങ്ങളുടെ ജൂബിലി വർഷത്തിലെ പ്രത്യേക നിയമങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ സ്നേഹത്താലും പാലക്കാട് എഴുപതിയെ സ്ഥാപിച്ചു നൽകി സ്ത്രീകന്മാരുടെ പിന്തുടർച്ചയിൽ പുതിയ നയിക്കാൻ അഭിമന്യ പിതാക്കന്മാരെ ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം അധ്വാനിക്കുന്ന വൈദിക സമർപ്പിത സമൂഹത്തെയും സുവിശേഷ ശുശ്രൂഷകരെയും വിശ്വാസത്തിന് കൂട്ടായ്മയിൽ സജീവമായി നിലകൊള്ളുന്ന ആത്മായ സഹോദരയെ നൽകി അങ്ങേ രൂപത്തെ അനുഗ്രഹിച്ചു. ഈ അവനീയ ദാനങ്ങൾക്കെല്ലാം ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജീവിതം പോലെ രൂപതടസ്സമുള്ള ജോലി അനുഗ്രഹമായി ആഘോഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പദ്ധതികളെയും അധ്വാനങ്ങളെയും പ്രത്യേകം ആശീർവദിച്ച് വിജയിപ്പിക്കണമേ. നവീകരിക്കപ്പെട്ട വിശ്വാസ സമൂഹമായി വളരാനും തീഷ്ണതയോടെ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യവും പ്രത്യാശയുമായ സ്വർഗ്ഗത്തിലെ ദൈവിക കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. ആമേൻ. ഞങ്ങളുടെ 20-ാം മധ്യസ്ഥനായ മാതേവസേ